നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ മലയാളത്തിൽ ഒറ്റ ഇരട്ട എന്നൊക്കെ പറയുന്നതിന് തുല്യമായി ഇംഗ്ലീഷിൽ സിംഗിൾ, ഡബിൾ എന്നൊക്കെ പറയുന്നത് നാം കേട്ടിരിക്കുമല്ലോ. എന്നാൽ അതിൽ കൂടുതൽ 3, 4, 5 ആ മടങ്ങുകൾ വരുമ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് നമുക്കിന്ന് പഠിക്കാം. ഒരെണ്ണം മാത്രം ഉള്ളപ്പോൾ സിംഗിൾ എന്ന് പറയും, ഒറ്റ. രണ്ടെണ്ണം ഉള്ളപ്പോൾ 2 മടങ്ങ് എന്ന അർത്ഥത്തിൽ ഡബിൾ, ഇരട്ട എന്ന് പറയും. 3 മടങ്ങ് അല്ലെങ്കിൽ 3 എണ്ണം ഒരുമിച്ച് എന്ന അർത്ഥത്തിൽ ട്രിപ്പിൾ എന്ന് പറയും, ട്രിപ്പിൾ. 4 മടങ്ങ് അല്ലെങ്കിൽ 4 എണ്ണം ഒരുമിച്ച് എന്ന അർത്ഥത്തിൽ ക്വാഡ്രപ്പിൾ. 5 എണ്ണം ഒരുമിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ 5 മടങ്ങ് എന്ന അർത്ഥത്തിൽ ക്വിൻറ്റപ്പിൾ. 6 മടങ്ങ് അല്ലെങ്കിൽ 6 എണ്ണം ഒരുമിച്ച് എന്ന അർത്ഥത്തിൽ സെക്സ്റ്റപ്പിൾ. 7 മടങ്ങ് അല്ലെങ്കിൽ 7 എണ്ണം ഒരുമിച്ച് എന്ന അർത്ഥത്തിൽ സെപ്റ്റപ്പിൾ. 8 മടങ്ങ് അല്ലെങ്കിൽ 8 എണ്ണം ഒരുമിച്ച് എന്ന അർത്ഥത്തിൽ ഒക്ടപ്പിൾ. 9 മടങ്ങ് അല്ലെങ്കിൽ 9 എണ്ണം ഒരുമിച്ച് എന്ന അർത്ഥത്തിൽ നോനപ്പിൾ എന്ന് പറയും. 10 മടങ്ങ് അല്ലെങ്കിൽ 10 എണ്ണം ഒരുമിച്ച് എന്ന അർത്ഥത്തിൽ ഡെക്കപ്പിൾ എന്ന് പറയും. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഈ സിംഗിൾ, ഡബിൾ, ഒറ്റ, ഇരട്ട, പിന്നെ നമ്മൾ ഈ 3 എന്ന് വരുമ്പോൾ ട്രൈ എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 4 വരുമ്പോൾ ക്വാഡ്ര എന്ന് വരും. 5 ക്വിൻറ്റ്, 6 സെക്സ്റ്റ, 7 സെപ്റ്റ, 8 ഒക്ട, 9 നോന, 10 ഡെക്ക. 10ന് ഡെക്ക എന്ന് പറയും. അതിൽ നിന്നാണ് ഈ വാക്കുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.